സോ നമ്മൾ ഫുട്ട് ആൻഡ് ആങ്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അതിനോടനുബന്ധിച്ച് കേൾക്കുന്ന 2 പേരുകളാണ് ചാർക്കോട്ട് ജോയിൻറ്റും അതേപോലെ തന്നെ ഡയബറ്റിക് ഫുട്ടും. സർ എന്താണ് ഇവ, നമുക്ക് എന്താണ് ഇതിനകത്തൊരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ കൂടുതൽ പേഷ്യൻസ് നമുക്ക് എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്? ഇത് ബേസിക്കലി ഇപ്പോൾ നമ്മൾ കേരള ഒരു ഡയബറ്റിക് ക്യാപിറ്റൽ ആവുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പോൾ ഷുഗറുള്ള രോഗികൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞരമ്പിൻ്റെ ഉണർവുകൾ കുറവായിരിക്കും. അങ്ങനെയുള്ള കേസുകളിൽ ചാർക്കോട്ട് ഫുട്ട് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് ഇത് പോവാം. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂറോപ്പതിക് ജോയിൻറ്റിലേക്ക് പെട്ടെന്ന് തന്നെ ഒരു ചുമപ്പ് കളർ വരുന്നു, അതുപോലെ തന്നെ സ്വെല്ലിങ് വരുന്നു, പെട്ടെന്ന് പേഷ്യൻറ്റ് പെയിൻ വരുന്നു. ഇങ്ങനെയുള്ള കേസുകളെല്ലാം വന്നു കഴിയുമ്പോൾ അത് ചിലപ്പോൾ ചാർക്കോട്ട് ഫുട്ടായിരിക്കാം. പക്ഷേ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട ഒരു ഇൻഫെക്ഷൻ പോലെ ഇരിക്കും. അപ്പോൾ കറക്റ്റായിട്ടുള്ള ചികിത്സ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഇത് കോംപ്ലിക്കേഷൻസിലേക്ക് പോകും. അപ്പോൾ ഇതൊരു ഇൻഫെക്ഷൻ മാത്രമാണെന്നോർത്ത് നമ്മൾ ചികിത്സിച്ച് കഴിഞ്ഞാൽ എല്ലിനെ പൊടിയുന്ന ഒരു പ്രശ്നമായിട്ട് ഇത് മാറും. അപ്പോൾ തുടക്കത്തിലേ നമ്മളിത് കണ്ടുപിടിക്കുകയാണെങ്കിൽ, അതായത് ചാർക്കോട്ട് ജോയിൻറ്റ് തുടക്കത്തിലേ കണ്ടുപിടിക്കുകയാണെങ്കിൽ ജസ്റ്റ് പ്ലാസ്റ്ററുകളിലൂടെ തന്നെ നമുക്ക് അത് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാൻ പറ്റും. പക്ഷേ അത് ആ സ്റ്റേജ് അങ്ങ് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. വലിയ വലിയ സർജറീസിലെ പോലെയൊക്കെ ചെയ്യേണ്ടി വരും. വലിയ വലിയ സർജറീസിലേക്ക് അത് പോകാനിടയാവും. അപ്പോൾ തുടക്കത്തിലെ ചാർക്കോട്ട് ഫുട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിൻ്റ്. പിന്നെ ഡയബറ്റിക് ഫുട്ടിൽ ഇപ്പോൾ വന്നിരിക്കുന്ന അഡ്വാൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇന്ത്യയിൽ 10 മിനിറ്റിൽ 2 പേരുടെ കാലുകൾ വെച്ച് മുറിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡയബറ്റിക് ഫുഡിനെ പറ്റി ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണി പ്രൊസീജിയേഴ്സും ഉണ്ട്, സോഫ്റ്റ് ടിഷ്യൂ പ്രൊസീജിയേഴ്സും ഉണ്ട്. അപ്പോൾ നമ്മളെങ്ങനെയാ വെച്ചാൽ ചെറിയൊരു മുറിവ് വന്നാൽ തന്നെ അതിനെ ബഹുമാനിക്കുകയും എത്രയും വേഗം അത് ക്യൂർ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുകയും ചെയ്യണം. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ പ്രിവെൻറ്റീവ് സർജറീസ്, ഇപ്പോൾ നമ്മൾ ബിഗ് ടോയുടെ താഴെ ഒരു അൾസർ റിപ്പീറ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ ഒരു ചെറിയ ഓസ്റ്റിയോട്ടമിയിലൂടെ പിന്നെയും അത് വരുന്നത് തടയാൻ പറ്റും. അങ്ങനെ ആ വിരൽ മുറിച്ച് കളയുന്നതും പിന്നീട് ഇപ്പോൾ ഒരു വിരൽ മുറിച്ച് കളഞ്ഞാലും അത് അവിടെ തീരുന്നില്ല, പാദം മുറിക്കും, കാല് മേളിലേക്ക് മുറിക്കാനൊക്കെയുള്ള സാധ്യതകൾ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. തീർച്ചയായും ഈ 2 ആസ്പെക്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ സർ, നമ്മളിപ്പം ചാർക്കോട്ട് ഫുഡിൻ്റെ കാര്യം പറഞ്ഞപ്പം സാർ പറഞ്ഞു അതിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ച്. നോർമലി നമുക്ക് അത് ചാർക്കോട്ട് ജോയിൻ്റ് അല്ലെങ്കിൽ ചാർക്കോട്ട് അങ്ങനെ ഇഷ്യൂസ് ഉള്ള ഒരു കേസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള റിസ്ക് എത്രത്തോളം ഉണ്ട്? നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഇപ്പോൾ ഡയബറ്റീസ് ഉള്ളൊരു പേഷ്യൻറ്റ്, വർഷങ്ങളായി ഡയബറ്റീസ് ഉള്ളൊരു പേഷ്യൻറ്റിന് പാദത്തിനൊരു ഇൻഫെക്ഷൻ്റെ മട്ട് കണ്ടാലും, അതായത് അവിടെ ചുമപ്പ് കളർ വരിക, അവിടെ തൊടുമ്പോൾ ചൂട് അനുഭവപ്പെടുക, ഇതൊക്കെ കണ്ടാലും നമ്മളൊരു ഇൻഫെക്ഷനാണെന്ന് തോന്നിയാൽ പോലും അങ്ങനെ പക്കായിട്ട് ഡയഗ്നോസ് ചെയ്യരുത്. അതൊരു ചാർക്കോട്ട് ഫുട്ട് ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിൽ വെക്കുകയും ഒരു എക്സ്റേ എടുത്ത് നോക്കുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട് തോന്നുകയാണെങ്കിൽ, ഇതിപ്പോൾ ജനറൽ സർജൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ഫിസിഷ്യൻസ് ആണെങ്കിലും ഈ പോയിൻ്റ് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനൊരു സംശയം തോന്നിയാൽ തീർച്ചയായും സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലേക്ക് അവരെ വിടുകയാണ് നല്ലത്. ഓക്കെ, അതുപോലെ തന്നെ സർ നമ്മുടെ ഈ ഡയബറ്റിക് ഫുഡ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്തുള്ള ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ കൂടി വരുമ്പോഴത്തേനും പലപ്പോഴും സർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ കാല് മുറിച്ച് കളയേണ്ട ഒരു അവസ്ഥ വന്നു. നമുക്ക് ഇതിന് മുമ്പായിട്ട് എന്തെങ്കിലും ചെറിയ ട്രീറ്റ്മെൻറ്റ്സിൽ കൂടെ നമുക്ക് ഈ കാല് മുറിക്കുന്നത് ഒഴിവാക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇത് വളരെ പ്രാധാന്യമുള്ള ക്വസ്റ്റ്യനാണ്. കാരണം ഇത് നമുക്ക് ഷുഗർ ഉള്ളവർക്ക് പെരിഫറൽ ന്യൂറോപ്പതി, അതായത് ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പതി എന്നൊരു പ്രശ്നത്തിലേക്ക് വരാം. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ ഷുഗർ നിന്ന് കഴിയുമ്പോൾ ഞരമ്പിൻ്റെ ഉണർവ് കുറയും. ചെറിയൊരു മുറിവ് ഉണ്ടായാൽ പോലും അവരറിയില്ല. ആ ചെറിയൊരു മുറിവ് വലിയൊരു മുറിവാവും, അപ്പോഴും അറിയില്ല. അങ്ങനെ അത് ഭയങ്കര അതിൻ്റെ ചുറ്റുമുള്ള സോഫ്റ്റ് ടിഷ്യൂവിനെ അത് ബാധിക്കും. കുറച്ചുകൂടെ നമ്മൾ അറിയാതെ മുന്നോട്ട് പോയാൽ അത് എല്ലിനെ ബാധിക്കും. എല്ലിനെ ബാധിച്ചാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെ അത് മുറിച്ച് കളയലേ നടക്കുകയുള്ളൂ. അപ്പോൾ അതിലേക്ക് എത്താതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിൻ്റ്. അപ്പോൾ ചെറിയ മുറിവാണെങ്കിൽ പോലും അതിനെ ബഹുമാനിക്കുകയും നമ്മൾ അതിനുള്ള ഡ്രസ്സിങ്ങുകൾ കറക്റ്റ് ചെയ്യുക. ഓഫ് ലോഡ് ചെയ്യണമെങ്കിൽ ഓഫ് ലോഡ് ചെയ്യുക. ബോണി പ്രൊസീജിയേഴ്സിലൂടെ ഓഫ് ലോഡ് ചെയ്യണം, അതായത് ഓസ്റ്റിയോട്ടമി, DMMO അങ്ങനെയൊക്കെയുള്ള പ്രൊസീജിയേഴ്സിലൂടെ ഓഫ് ലോഡ് ചെയ്യണമെങ്കിൽ ഓഫ് ലോഡ് ചെയ്യുക.